നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ധർമ്മസ്ഥല 15 വർഷത്തെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിക്കപ്പെട്ടതായി പോലീസ്. ജൈനമ്മ തിരോധാനം. ആലപ്പുഴ ചേർത്തലയിൽ വീണ്ടും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതര സമുദായക്കാരനായ പ്രധാന അധ്യാപകനെ സ്ഥലം മാറ്റാൻ സ്കൂൾ ടാങ്കിൽ വിഷം കലർത്തിയ ശ്രീരാമസേന നേതാവടക്കം 3 പേർ കർണാടകത്തിൽ പിടിയിൽ. ഡയപ്പറുകളും സാനിറ്ററി നാപ്കിനുകളും അടക്കം ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റുകൾ 5 മാസത്തിനകമെന്ന് മന്ത്രി MP രാജേഷ്. വാർത്തകൾ വിശദമായി. ധർമ്മസ്ഥല 15 വർഷത്തെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിക്കപ്പെട്ടതായി പോലീസ്. കർണാടക ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിന്റെ അന്വേഷണത്തിൽ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിക്കപ്പെട്ടതായി വിവരാവകാശ മറുപടി. 2000 മുതൽ 2015 വർഷത്തെ വരെയുള്ള മരണങ്ങളെ കുറിച്ചുള്ള രേഖകളാണ് നശിപ്പിക്കപ്പെട്ടതെന്നാണ് ബെൽത്തങ്ങാടി പോലീസ് മറുപടി നൽകിയിട്ടുള്ളത്. കാലഹരണപ്പെട്ട കേസ് രേഖകൾ നശിപ്പിക്കാമെന്ന നിയമപ്രകാരം 2023 രേഖകൾ നശിപ്പിച്ചത്. പ്രഥമ വിവര റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റുകളുമാണ് നശിപ്പിക്കപ്പെട്ടതായി പറയുന്നത്. 2002 മുതൽ 2012 വരെ 485 അസ്വാഭാവിക മരണങ്ങളാണ് ഈ സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനിടെ ധർമ്മസ്ഥല അന്വേഷണത്തിൽ സ്ഥലപരിശോധനയ്ക്ക് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അഥവാ GPR ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകർ രംഗത്തെത്തി. പരമാവധി 15 മീറ്റർ ആഴത്തിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള ഏകദേശ രൂപം GPR വഴി ലഭിക്കും. ഉയർന്ന ഫ്രീക്വൻസിയിൽ കൂടുതൽ വ്യക്തതയാർന്ന ചിത്രങ്ങൾ GPR ലഭിക്കുമെന്നും അഭിഭാഷകർ പറയുന്നു. ജൈനമ്മ തിരോധാനം. ആലപ്പുഴ ചേർത്തലയിൽ വീണ്ടും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ആലപ്പുഴ ചേർത്തലയിൽ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കാണാതായ കേസിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് സുമാർ 25 മീറ്റർ മാറിയാണ് വീണ്ടും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. സ്ഥലത്തെ പുല്ലുനീക്കിയും മണ്ണുമാറ്റിയും തിരച്ചിൽ തുടരുകയാണ്. സംശയമുള്ള സ്ഥലങ്ങളും കുളം വറ്റിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ പരിശോധനകൾക്കായി ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സെബാസ്റ്റ്യന്റെ ഇതേ വീട്ടുവളപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നത്. ലഭിച്ച തലയോട്ടിയുടെയും തുടയലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. 10 വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സ്വദേശിനി ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ശേഖരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത്. അത്തരത്തിൽ ജൈനമ്മയ്ക്ക് പല്ലുകളില്ലെന്നും ഐഷയ്ക്ക് ഒരു വെപ്പുപല്ലുണ്ടെന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് കിട്ടിയ ശരീരാവശിഷ്ടങ്ങൾ ഐഷയുടേതാണെന്ന് സംശയിക്കുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ രക്തം ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ചു. അടുത്ത ആഴ്ചയോടെ DNA ഫലം വരുമ്പോൾ വിഷയത്തിൽ കൂടുതൽ സ്ഥിരീകരണമാവും. ഇതര സമുദായക്കാരനായ പ്രധാന അധ്യാപകനെ സ്ഥലം മാറ്റാൻ സ്കൂൾ ടാങ്കിൽ വിഷം കലർത്തിയ ശ്രീരാമസേന നേതാവടക്കം 3 പേർ കർണാടകത്തിൽ പിടിയിൽ. മുസ്ലിം സമുദായക്കാരനായ പ്രധാന അധ്യാപകരെ സ്ഥലം മാറ്റാൻ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയ ശ്രീരാമസേന നേതാവ് ഉൾപ്പെടെ 3 പേർ പിടിയിൽ. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലാണ് സംഭവം. ശ്രീരാമസേന താലൂക്ക് പ്രസിഡന്റ് സാഗർ പാട്ടീൽ, കൃഷ്ണ മദാർ, നാഗനഗൌഡ പാട്ടീൽ എന്നീ 3 പേരാണ് പിടിയിലായത്. കർണാടകത്തിലെ ബെലഗാവിയിലെ സവഡട്ടി ഹുളിഗട്ടി സർക്കാർ പ്രൈമറി സ്കൂൾ വാട്ടർ ടാങ്കിലാണ് വിഷം കലർത്തിയത്. കഴിഞ്ഞ ജൂലൈ 14-ന് സ്കൂളിൽ വെള്ളം കുടിച്ച 13 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 13 വർഷമായി സ്കൂളിലെ പ്രധാനാധ്യാപകനായ സുലൈമാൻ ഗുരേ നായിക്കിനെ സ്ഥലം മാറ്റാൻ തുടർച്ചയായി നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് തീവ്ര വർഗീയ സംഘടനയായ ശ്രീറാം സേന നേതാവ് കടും കൈ പ്രയോഗിച്ചത്. പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ കൃഷ്ണമദാറിനെ ഭീഷണിപ്പെടുത്തി വിഷം കലക്കാൻ കൂടെ കൂട്ടുകയായിരുന്നു. 3 തരം വിഷം കലക്കിയ കുപ്പി സാഗർ പാട്ടീൽ കൃഷ്ണ മദാറിനെ ഏൽപ്പിച്ചു. മദാർ ഒരു പാക്കറ്റ് കായ വറുത്തതും ചോക്ലേറ്റും 500 രൂപയും നൽകി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ വിഷം കലർത്താൻ പ്രേരിപ്പിച്ചു. വിദ്യാർത്ഥി ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. വിഷം കലക്കാൻ ഉപയോഗിച്ച കുപ്പി സ്കൂൾ വളപ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഡയപ്പറുകളും സാനിറ്ററി നാപ്കിനുകളും അടക്കം ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റുകൾ 5 മാസത്തിനകമെന്ന് മന്ത്രി MP രാജേഷ്. ഡയപ്പറുകളും സാനിറ്ററി നാപ്കിനുകളും അടക്കം എല്ലാ ഖരമാലിന്യങ്ങളും സംസ്കരിക്കുന്ന പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് എക്സൈസ് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അറിയിച്ചു. ദ്രവമാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യമെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു. ഈ സർക്കാർ ചുമതലയേറ്റ ശേഷം പുതിയ 32 മലിനജല സംസ്കരണ പ്ലാന്റുകളും 7 കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റുകളും സ്ഥാപിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. കേരളത്തെ
മുഴുവൻ ശുചിത്വപൂർണ്ണമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും MP രാജേഷ് അറിയിച്ചു. ഷൊർണൂർ നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി MP രാജേഷ്. വൈദ്യുത കെണിയിൽ നിന്ന് ആഘാതമേറ്റ് സ്ത്രീയുടെ മരണം, ഒരാൾ അറസ്റ്റിൽ. കോഴിക്കോട് പശുവിനെ അന്വേഷിച്ചു പോയ യുവതി വൈദ്യുത കെണിയിൽ നിന്നുള്ള ആഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കുറ്റ്യാടി കോങ്ങാട് പശുക്കടവ് സ്വദേശി ചീരമറ്റം ലിനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയാണ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. കൊക്കോ മരത്തിൽ വൈദ്യുത കെണി വെച്ചതിന്റെ PVC പൈപ്പ് അടക്കമുള്ള ലക്ഷണങ്ങൾ പ്രദേശത്ത് നിന്ന് ലഭിച്ചിരുന്നു. സ്ഥലമുടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വൈദ്യുതാഘാതമാണ് കാരണമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ട് തലാലിന്റെ സഹോദരൻ. യമനിൽ തടവിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷന് കത്ത്. കൊല്ലപ്പെട്ട യമനീസ് പൗരൻ തലാൽ അബ്ദുമഹദിയുടെ സഹോദരനാണ് കത്തു നൽകിയത്. മധ്യസ്ഥ ശ്രമങ്ങൾ തള്ളുന്നതായും വധശിക്ഷ നീട്ടിവെച്ച് 1.5 മാസം പിന്നിട്ടതായും കത്തിൽ പറയുന്നതായാണ് വിവരം. 2017 നിമിഷപ്രിയക്കെതിരായ കേസിനാസ്പദമായ സംഭവം നടന്നത്. ക്ലിനിക്ക് തുടങ്ങാൻ സഹായിച്ച തലാൽ അബ്ദുമഹദിയെ അമിത അളവിൽ മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി മൃതദേഹം വീട്ടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ്. തന്റെ പാസ്പോർട്ട് പിടിച്ചുവെച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും വ്യാജരേഖയുണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് നിമിഷപ്രിയയുടെ വാദം. നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നതിനിടെ തർക്കങ്ങൾ ഉടലെടുത്തത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഓപ്പറേഷൻ മഹാദേവ് കൊല്ലപ്പെട്ട ഭീകരർ പാക് പൗരന്മാരാണെന്നതിന് തെളിവുകൾ പുറത്തുവിട്ട് ആഭ്യന്തര മന്ത്രാലയം. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള സൈനിക നടപടിക്കിടെ ജമ്മു കശ്മീരിൽ കൊല്ലപ്പെട്ട 3 ഭീകരരും പാകിസ്ഥാനികളാണെന്ന തെളിവുകൾ പുറത്തുവിട്ട് ആഭ്യന്തര മന്ത്രാലയം. സുലൈമാൻ ഷായുടെയും അബു ഹംസയുടെയും പോക്കറ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2 വോട്ടർ സ്ലിപ്പുകൾ ലഭിച്ചിരുന്നു. ലാഹോറിലെയും ഗുജ്റൻവാലയിലെയും വോട്ടർ സീരിയൽ നമ്പറുകളാണ് ഇവയിലുള്ളത്. വോട്ടർ സ്ലിപ്പുകൾക്ക് പുറമെ സ്മാർട്ട് ID ചിപ്പുകളും പാകിസ്ഥാൻ സർക്കാർ രേഖകളും കണ്ടെത്തി. ഇവർ ലഷ്കർ എ ഗ്രേഡ് കമാൻഡർമാരാണെന്നാണ് മനസ്സിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 28-ന് ദച്ചിഗാമിൽ നടന്ന വെടിവയ്പിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. മാധ്യമ പ്രവർത്തകൻ ജീവനൊടുക്കിയ നിലയിൽ. തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകൻ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. മലയാള മനോരമ ലേഖകൻ ആനാട് ശശി എന്ന K ശശിധരൻ നായരെയാണ് കവടിയാറിലെ സർക്കാർ ഓഫീസിന്റെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടത്. പണം നിക്ഷേപിച്ച സഹകരണ സംഘം തകർന്നതിൽ മനം നൊന്താണ് ഇദ്ദേഹം ജീവനൊടുക്കിയത് സംശയിക്കുന്നു. മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ ശശി 1.67 കോടി നിക്ഷേപിച്ചിരുന്നതായും ക്രമക്കേടിനെ തുടർന്ന് സംഘം തകരുകയും പ്രസിഡന്റ് ജീവനൊടുക്കുകയും ചെയ്തിരുന്നതായും പറയുന്നു. വെള്ളയമ്പലത്തിന് സമീപത്തെ കനകനഗറിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഇദ്ദേഹത്തെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടുമങ്ങട്ടെ മുതിർന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകനായിരുന്നു ശശി. ശശിയുടെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ BJP-ക്കാർ വരെ ഛത്തീസ്ഗഡിലേക്ക് കത്തിച്ചുവിട്ടെന്ന് വെള്ളാപ്പള്ളി. കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ മറ്റു പാർട്ടിക്കാരെ പോലെ BJP-ക്കാർ വരെ ഛത്തീസ്ഗഡിലേക്ക് കത്തിച്ചുവിട്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രാജ്യത്തെ ക്രൈസ്തവർ 2.5% ഉള്ളുവെങ്കിലും അവർ സംഘടിതരും വോട്ട് ബാങ്കുമാണെന്നാണ് ഇത് തെളിയിച്ചത്. അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളും സംവാദങ്ങളും കണ്ടാൽ 3ാം ലോകമഹായുദ്ധം നടക്കുകയാണെന്ന് തോന്നിയിരുന്നുവെന്നും ശിവഗിരി മഠത്തിന് നേരെ അതിക്രമമുണ്ടായപ്പോൾ ഒരാളെയും കണ്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ SNDP യോഗം നേതൃസംഘം പങ്കെടുക്കാനെത്തിയതായിരുന്നു വെള്ളാപ്പള്ളി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം.
ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. റിമാൻഡ് പ്രതി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. ആലുവ സബ് ജയിലിലെ റിമാൻഡ് തടവുകാരൻ രക്ഷപ്പെട്ടു. ശാരീരിക വിഷമതകൾ ഉണ്ടെന്ന് പറഞ്ഞ് വൈദ്യപരിശോധനയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ ഇന്ന് രാവിലെ എത്തിച്ചപ്പോഴായിരുന്നു പ്രതി രക്ഷപ്പെട്ടത്. പോലീസിനെ കബളിപ്പിച്ച് ആലുവ ടൗൺ ഭാഗത്തേക്ക് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാലടി പോലീസ് സ്റ്റേഷനിലെ കേസ് പ്രതിയാണ് ഇയാൾ. പ്രതിയെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച പ്രസിഡന്റുമായ ഷിബു സോറൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ദില്ലിയിലെ ശ്രീ ഗംഗാറാം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. രാജ്യസഭാംഗമാണ്. 2005 സംസ്ഥാനത്തെ 3ാമത്തെ മുഖ്യമന്ത്രിയായി ആദ്യമായി അദ്ദേഹം ചുമതലയേൽക്കുന്നത്. തുടർന്ന് 2018 മുഖ്യമന്ത്രിയായിരുന്നു. ദുംക ലോക്സഭാ മണ്ഡലത്തെ 1980 മുതൽ 84 വരെയും 89 മുതൽ 98 വരെയും 2002 മുതൽ 2019 വരെയും പ്രതിനിധീകരിച്ചത് ഷിബു സോറനാണ്. 3 തവണ കേന്ദ്ര കൽക്കരി വകുപ്പ് മന്ത്രിയായും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. രൂപിയാണ് ഭാര്യ. ദുർഗ, ഹേമന്ത്, ബസന്ത്, അഞ്ജലി എന്നിങ്ങനെ 4 മക്കളുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യൻ പീപ്പിൾ TV. സംസ്ഥാനത്ത് വീണ്ടും മഴ കടുക്കുന്നു. സംസ്ഥാനത്ത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മഴയ്ക്ക് വീണ്ടും കടുപ്പമേറുന്നു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നിർദ്ദേശമുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാകട്ടെ ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പാണ്. 5 തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പുമാണ്. 6 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പുമാണ്. 7 തീയതി വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ കടലാക്രമണ സാധ്യതയുമുണ്ട്. തെക്കൻ തമിഴ്നാടിന് മീതെ ചക്രവാത ചുഴിയുമുണ്ട്. അസമിൽ ബിസിനസ്സുകാരന്റെ കൊലപാതകം. ഭാര്യയും 14-കാരിയായ മകളും പിടിയിൽ. അസമിൽ 52-കാരനെ ഭാര്യയും മകളും ചേർന്ന് കൊലപ്പെടുത്തി. ദിബ്രുഗഡിലെ ബിസിനസ്സുകാരനായ ഉത്തം ഗോഗോയുടെ കൊലപാതകത്തിൽ ഭാര്യ ബോബി, 14-കാരിയായ മകൾ എന്നിവരാണ് പിടിയിലായത്. ഇയാൾ മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആദ്യ നിഗമനം. തുടർന്നുള്ള അന്വേഷണത്തിലാണ് യഥാർത്ഥ കൊലപാതകത്തിന്റെ വിവരം പുറത്തുവരുന്നത്. പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ബോബിയും മകളും പണവും സ്വർണവും മാറ്റിവെച്ചതിലുള്ള അസ്വാഭാവികതയും ഫോറൻസിക് ഫലവും വഴി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനായി എന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതക കാരണം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു. 8ാം ക്ലാസ്സുകാരൻ ജീവനൊടുക്കിയ നിലയിൽ. 8ാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. കണ്ണൂർ പരിയാരം പിലാത്തറ മേരിമാത സ്കൂളിലെ വിദ്യാർത്ഥി അജുൽ രാജാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത്. മാർക്ക് കുറഞ്ഞതിലുള്ള മനോവിഷമത്താലാണ് കുട്ടി ജീവനൊടുക്കിയതെന്നാണ് നിഗമനം. മാർക്ക് കുറഞ്ഞതിൽ കുട്ടി വീട്ടിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നത്രേ. ഒഴുക്കിൽപ്പെട്ട് 8 ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാണാതായിരുന്ന മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം 8 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തി. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി യൂസഫിന്റെ മൃതദേഹമാണ് പാലക്കാട് മലപ്പുറം അതിർത്തി പ്രദേശമായ കൂടല്ലൂരിൽ നിന്ന് ഇന്ന് കണ്ടെത്തിയത്. പാലപ്പുറം മീറ്റ്നയിൽ വെച്ചാണ് കഴിഞ്ഞ 27-ന് യൂസഫിനെ ഭാരതപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നത്. പിരിവ് നടത്തിയെന്ന വ്യാജരേഖയുണ്ടാക്കി. വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പിരിവ് നടത്തിയെന്ന വ്യാജരേഖയുണ്ടാക്കിയെന്നതിന് യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ജിബിൻ മാമ്പള്ളിക്കെതിരെയാണ് സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തത്. കൂടുതൽ പേർക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. രാത്രി ഗതാഗതത്തിനും പാർക്കിങ്ങിനും താൽക്കാലിക നിരോധനം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രി ഗതാഗതവും പാർക്കിങ്ങും ബുധനാഴ്ച വരെ നിരോധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധർമ്മസ്ഥല 15 വർഷത്തെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിക്കപ്പെട്ടതായി പോലീസ്. ജൈനമ്മ തിരോധാനം. ആലപ്പുഴ ചേർത്തലയിൽ വീണ്ടും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതര സമുദായക്കാരനായ പ്രധാന അധ്യാപകനെ സ്ഥലം മാറ്റാൻ സ്കൂൾ ടാങ്കിൽ വിഷം കലർത്തിയ ശ്രീരാമസേന നേതാവടക്കം 3 പേർ കർണാടകത്തിൽ പിടിയിൽ. ഡയപ്പറുകളും സാനിറ്ററി നാപ്കിനുകളും അടക്കം ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റുകൾ 5 മാസത്തിനകമെന്ന് മന്ത്രി MP രാജേഷ്. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.